ഇപ്പൊ ഈ 40കളിലെ പ്രണയം എഴുതുമ്പോ സ്വന്തം ജീവിതത്തിലെ എന്തെല്ലാം കാര്യങ്ങൾ കടന്നുപോയിട്ട്? സ്വാഭാവികമായിട്ടും ചുറ്റുപാടിലെ അനുഭവങ്ങളും നമ്മുടെ സൗഹൃദങ്ങളിൽ ഉണ്ടാവുന്ന ചർച്ചകളിലൂടെയും നമ്മുടെ സമൂഹത്തിൽ കാണുന്ന കാഴ്ചകളിലൂടെ ഒക്കെ തന്നെയാണ് ഈ സിനിമ ഉണ്ടായത്. ഇത് പലരുടെയും ജീവിതത്തിൽ ഇതെന്റെ ജീവിതത്തിൽ സംഭവിച്ചതാണല്ലോ എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് ഇതിനകത്ത് എവിടെങ്കിലുമൊക്കെ ഒരു സിമിലാരിറ്റീസ് കാണുന്ന പ്രേക്ഷകനുണ്ടാവും. അത് കഴിഞ്ഞ് സ്വന്തം ജീവിതത്തിൽ സാധിക്കാത്ത തരത്തിലുള്ള പ്രണയങ്ങൾ അതിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്യാറുണ്ട്. നമുക്ക് ആഗ്രഹിച്ചിട്ട് കിട്ടാത്തത് നമ്മളൊരു കലാസൃഷ്ടിയിലൂടെ കാണിക്കാൻ ശ്രമിക്കും. അപ്പൊ അതൊരു ഞാൻ പണ്ട് ശ്രീനിവാസൻ അതേ പറഞ്ഞ സ്വപ്നങ്ങൾ തീർച്ചയായിട്ടും അതാണല്ലോ നമുക്ക് ചെയ്യാൻ പറ്റാത്തത്. നമ്മുടെ ആഗ്രഹങ്ങളാണല്ലോ പലപ്പോഴും അക്ഷരങ്ങളിലൂടെ വെളിയിൽ വരുന്നത്. തീർച്ചയായിട്ടും അതാണ്. ഇപ്പൊ ഈ പ്രണയത്തിന്റെ കാര്യത്തിൽ അങ്ങനെ ചെയ്യാൻ പറ്റാത്തത് സമൂഹത്തെ പേടിക്കുന്നോണ്ടാണോ? സമൂഹത്തെ പേടിക്കുന്നതാണ്. സമൂഹം ഒരു വലയം സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അത് ആക്ച്വലി അതിന് ചുറ്റും, ആ വലയത്തിന് ചുറ്റും അഗ്നിയാണ്. ഒരു ഇലക്ട്രിസിറ്റി അതിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. തൊട്ടാൽ പൊള്ളും, അല്ലെങ്കിൽ അപായപ്പെടും, അതല്ലെന്നുണ്ടെങ്കിൽ അപകീർത്തിപ്പെടും എന്ന് പറയുന്ന രീതിയിലേക്ക് ഓരോ മനുഷ്യന്റെയും മാനസികാവസ്ഥയെ ചുരുക്കി വെച്ചേക്കുകയാണ്. പക്ഷെ ഈ വലയത്തിന് വെളിയിലേക്ക് വരണം. ആ വെളിയിലേക്ക് വന്ന് മനുഷ്യന്റെ എല്ലാ ഫ്രീഡത്തിലൂടെയും ജീവിക്കാൻ പറ്റണം എന്നാണ് എൻ്റെ ഒരു. പ്രണയിക്കാൻ തോന്നിയാൽ പ്രണയിക്കണം. ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് നമ്മൾ പലപ്പോഴും ഇത് പ്രാദേശികങ്ങളാണ്. ഒരുപക്ഷെ ഇവിടുത്തെ ആ ഒരു ചിന്താഗതി അല്ലായിരിക്കും നമ്മൾ കുറച്ചുകൂടെ ദൂരോട്ട് മാറിപ്പോകുമ്പോൾ. ഇതിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ പ്രാദേശികമായിട്ടുള്ള ചില കേരളത്തിന്റെ പുറത്ത് അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുമ്പോഴും നമ്മളുടെ ഇവിടുത്തെ ചിന്താഗതി അല്ലായിരിക്കും ചിലപ്പോൾ അവിടുത്തെ ചിന്താഗതി. നമ്മൾ ഇവിടെ കാണുന്ന ചില അതിർവരമ്പുകളല്ലായിരിക്കും അവിടുത്തെ അതിർവരമ്പ്. ഏത് രാജ്യത്ത് എത്തിക്കഴിഞ്ഞാലും പ്രണയം എന്ന് പറയുന്ന അതിന് എന്തോ ഒരു അല്ല, നിങ്ങൾ ഈ പ്രണയത്തെ എപ്പോഴും അവിഹിതമായിട്ട് കണക്ട് ചെയ്തത്. എനിക്ക് എൻ്റെ ഒരു സാധനം പറയാൻ കാര്യം പറഞ്ഞത്, ഇപ്പം എനിക്ക് ഇപ്പോൾ പേര് പറയുന്നില്ല, എനിക്കൊരു നടിയെ അവരുടെ പെർഫോമൻസ് പ്രകാരം എല്ലാം എനിക്ക് ഇഷ്ടമാണ്. ഓക്കെ, എൻ്റെ ഉള്ളിൽ ഞാൻ അവരെ പ്രണയിക്കുകയും ഞാൻ അവരെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത് കൊണ്ട് ഞാൻ ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണുന്നുണ്ടാവില്ല. അവരോട് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ സംസാരിക്കുന്നുണ്ടാവത്തില്ല. ചിലപ്പോൾ ഒരു ടെക്സ്റ്റ് മെസ്സേജ് പോലും അയക്കുന്നുണ്ടാവത്തില്ല. പക്ഷേ എനിക്ക് അവരോട് പ്രണയമാണെന്ന് എൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചിട്ട് എനിക്ക് അവരെ പ്രണയിച്ചുകൂടെ? അത് അങ്ങനെ ചെയ്യാൻ പറ്റും. അവിടെ പ്രണയമാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഒരാളെ പ്രണയിക്കുന്നതിന് വിവാഹിതനാണെന്നോ അല്ല വിവാഹിതരാണെന്നോ അല്ലെങ്കിൽ ഒരു കുടുംബസ്ഥയാണെന്നോ ഉള്ളൊരു ചിന്തയൊന്നും വേണ്ട. ഒരാളെ പ്രണയിക്കണമെന്നുണ്ടെങ്കിൽ ആ വികാരം നമ്മൾ അത് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ മറ്റുള്ളവർ നമ്മളെ വീക്ഷിക്കുന്നതിലുള്ള തെറ്റാണ് പ്രശ്നം. നമ്മൾ ഒരുപക്ഷെ ഒരാളുടെ എഴുത്തായിരിക്കും നമ്മൾ ഇഷ്ടപ്പെടുന്നത്, ഒരുപക്ഷെ അവരുടെ സൗന്ദര്യമായിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ അവരുടെ എന്തെങ്കിലും പ്രവൃത്തികളായിരിക്കാം. പക്ഷെ നമ്മളത് ഒരു പൊതു ധാരയിൽ അത് പറയുമ്പോൾ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാറ്. അപ്പോഴാണ് ഇത് അവിഹിതമായി മാറുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ വീടിനടുത്ത് ഒരു പോലീസ് പെട്രോളിങ് വന്നിരുന്നു. അതായത് വൈകുന്നേരം മദ്യപിച്ചേച്ച് പാസ് ചെയ്ത് പോകുന്നവരെ പൊക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പം വാഹനത്തിൽ പോകുന്നവരെയാണ് വിളിക്കുന്നത്. നടന്നു പോകുന്നവരെ പോലീസിന് അത് വിഷയമില്ല. അടിച്ച് സെറ്റായി നടന്നു വന്ന ഒരാള് ആ പെട്രോളിങ്ങിൽ നിന്ന പോലീസുകാരനോട് പറയാ, സാറേ അവിടെ 2 എണ്ണം മദ്യപിച്ചിട്ട് വണ്ടിയിൽ ഇങ്ങോട്ട് വരുന്നുണ്ട്, ഹെൽമെറ്റും ഇല്ല, അവന്മാരെ പൊക്കിയേക്കണമെന്ന്. അടിച്ച് സെറ്റായി നിൽക്കുന്ന ഒരാൾ പോലീസിന് വന്ന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. മദ്യപിച്ച് നിൽക്കുന്നവനാണ് ഒരു മദ്യപാനിയെ മദ്യപിച്ചു എന്നുള്ളതിന്റെ ഒരു ഭീകരാവസ്ഥ അവിടെ കാണിച്ചു കൊടുക്കുന്നത്. ഇത് തന്നെയാണ് മനുഷ്യരുടെ ഒരു പൊതുവായ സ്വഭാവം. ഞാൻ പ്രണയിക്കുന്നുണ്ടെങ്കിലും വേറൊരുത്തം പ്രണയിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, അല്ലെ ഞാൻ അതിനെ കുറ്റമായിട്ട് കാണും. ഇത്തരത്തിൽ മനുഷ്യൻ ചിന്തിക്കാതിരിക്കുക, പ്രണയത്തിന്റെ വഴിക്കാൻ കൂടാ. ഇതിലൊരു കുഴപ്പമില്ല. മദ്യപിച്ച് വരുന്ന ആള് നടന്നാണ് വരുന്നത്, മറ്റൊരു വണ്ടിയിലെ വരണം. അയാള് മദ്യപിച്ച് വണ്ടി ഓടിച്ച് വേറൊരാളെ കൊണ്ടിടിച്ച ജീവഹാനി വരെ സംഭവിക്കാം. ഇത് തന്നെയാണല്ലോ അല്ല ഈ പറഞ്ഞ പോലെ. അല്ല, ഇതിനകത്ത് വേറെ ചിലപ്പോൾ ഇവർ തമ്മിൽ പരിചയക്കാർ ഒരു നാട്ടിലുള്ളവരായിരിക്കും. ഇതിനകത്ത് വേറൊരു ഈഗോ ചിലപ്പോൾ ഉണ്ടായേക്കാം. ചിലപ്പോൾ ചോദിച്ചിട്ട് കൊടുക്കാത്തവരായിരിക്കും ഇവിടെ വന്ന് ഊറ്റി കൊടുത്തേച്ച് പോകുക എന്നുള്ള രീതിയിൽ ഞാൻ അതിനെ അങ്ങനെയാണ് കണ്ടത്. എനിക്കതിനെ കോമഡി ആയിട്ടാണ് ആ സമയത്ത് അവിടെ തോന്നിയത്. മനുഷ്യൻ തെറ്റുകൾ ചെയ്യാൻ ഇതിനെയൊക്കെ തെറ്റുകളായിട്ട് കാണുന്നു എന്നുള്ളതാണ് പ്രശ്നം. എന്താണ് പറയാനുള്ളത്? അല്ലെ പറഞ്ഞ പോലെ സമൂഹത്തെ പേടിച്ചിട്ട് പലരും ഉള്ളിൽ വെക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ സാർ പറയുന്നത്. അങ്ങനെയാണോ? അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണല്ലോ സമൂഹം. ഒരിക്കലും പറഞ്ഞില്ലേ, ഏത് പ്രണയം എന്ന് പറയുന്ന ഇതിനെ ആരും തുറന്ന് സമ്മതിക്കത്തില്ല. അല്ല, കുറച്ച് അംഗീകരിക്കും. ഇപ്പൊ ഇവിടെ എന്തൊക്കെ വലിയ കുറ്റകൃത്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാളിലും ഭീകരമായ ഒരു പ്രവർത്തനമായിട്ടാണ് പ്രണയത്തിനെ ഇവിടെ കാണുന്നത്. പക്ഷെ നോക്കുമ്പോൾ വളരെ മൃദുവാണത്.